പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ അതിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 9:31. അതായത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു എന്നതാണ് വചനം. പക്ഷേ ഈ വചനം കർത്താവായ യേശു അല്ല പറയുന്നത്, മറിച്ച് കർത്താവായ ദൈവം സൗഖ്യമാക്കിയ ജന്മന അന്ധനായ ഒരു വ്യക്തിയാണ് ഈ വാക്ക് പറയുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് 9-ാമത്തെ അധ്യായം നമുക്ക് വായിച്ച് അതിൽ നിന്നും നമുക്ക് ധ്യാനിക്കാം. പിറവി കുരുടനെ യേശു കാഴ്ച നൽകുന്നു. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കാത്തവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ അവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പലർക്കും ഈ പല രോഗങ്ങളും ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളും ഒക്കെ കാണുമ്പോൾ പലരും പറയാറുണ്ട്, ഇവൻ ചെയ്ത പാപവും അല്ലെങ്കിൽ അപ്പനമ്മമാർ ചെയ്ത പാപവും പൂർവികന്മാരുടെ ശാപവും ഇതൊക്കെ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ അപ്പോസ്തലന്മാർക്കും അതുപോലൊരു സംശയം ഇവിടെ ഉദിക്കുന്നു. ആ സംശയമാണ് കർത്താവായ ദൈവത്തിനോട് ചോദിക്കുന്നത്. ഇവൻ ജന്മന കുരുടനാകുന്നതിന് കാരണം ഇവൻ്റെ പാപമാണോ അതോ ഇവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമാണോ എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ് ശിഷ്യന്മാർ. അതിന് യേശു എന്തു പറയുന്നു എന്ന് വെച്ചാൽ, ഇവനെങ്കിലും ഇവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടുവാനായിട്ടാണെന്നാണ് യേശു അതിനുള്ള മറുപടി പറയുന്നത്. ഇവനും പാപം ചെയ്തിട്ടില്ല, ഇവൻ്റെ അപ്പനമ്മമാരും പാപം ചെയ്തിട്ടില്ല. എന്നാൽ കർത്താവായ ദൈവത്തിൻ്റെ പ്രവൃത്തി അവങ്കൽ വെളിപ്പെടണം. അതിനായിട്ടാണ് ഇവനെ ദൈവം തന്നെ അവനെ അന്ധനായിട്ട് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ വന്ന് വർഷങ്ങളോളമായിട്ട് സൗഖ്യമാകാതെയും വിടുതലില്ലാതെയും നമ്മൾ ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ, ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിനാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക, വിശ്വസിക്കുക. 9:5 പറയുന്നു, കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുത്തരം പറഞ്ഞു. ദൈവം തന്നെയാണ് നമ്മുടെ വെളിച്ചം. അന്ധനായിരിക്കുന്ന കുരുടൻ്റെ ആ കുരുട്ട് കണ്ണുകളെ, ജന്മനാലുള്ള കണ്ണുകളെ ആരെക്കൊണ്ടും അത് തുറക്കുന്നതിനോ അതിന് കാഴ്ച പ്രാപിപ്പിക്കുന്നതിനോ ഒരു മരുന്നിനോ ഡോക്ടറിനോ മെഡിസിനോ ഒന്നും സാധ്യമല്ല. എന്നാൽ കർത്താവായ ദൈവത്തിനാൽ അത് സാധ്യമാണ്. കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിൽ തന്നെ ഉണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ട്. എന്തിനാ ഈ അന്ധത മാറ്റുന്നതിനും ഇരുള് മാറ്റുന്നതിനും കർത്താവ് ഈ ലോകത്തിൽ തന്നെ ഉണ്ട്. ആ വെളിച്ചം നമ്മളിലൂടെ വേണം വെളിപ്പെടാനായിട്ട്. അതുകൊണ്ട് ലോകം ഭരിക്കുന്നതും ലോകം പിശാചിൻ്റെ കയ്യിൽ ആണ് എന്ന് പറയുന്നതും എല്ലാം ശരി തന്നെ. എന്നാൽ ഇതേ ലോകത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ഒപ്പം തന്നെ ഉള്ളത് കൊണ്ടാണല്ലോ അത്ഭുതങ്ങൾ അതിശയങ്ങൾ ഇന്നും നടക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പിക്കൊണ്ട് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിന്മേൽ പൂശി. ഇതൊരു പുതിയ അനുഭവമാണ്. ഇത് 5-ാമത്തെ അത്ഭുതമാണ് കർത്താവായ ദൈവം ചെയ്യുന്നത്. അതുമല്ല, പിറവിയിൽ തന്നെ കുരുടനായ അന്ധനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന ഒരേ ഒരു വ്യക്തി ഈ ഒരു ബുക്കിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നീ ചെന്ന് ഇങ്ങനെ ചെയ്തിട്ട് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ മേൽ പൂശിയിട്ട് കർത്താവ് ആ കുരുടനോട് പറയുകയാണ്, നീ ചെന്ന് ശിലോഹോം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറയുന്നു. അപ്പോൾ ശിലോഹോം എന്നതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയക്കപ്പെട്ടവൻ എന്നാണ്. അവൻ പോവുകയും അവൻ ശിലോഹോം കുളത്തിൽ പോയി കണ്ണ് കഴുകുകയും ചെയ്ത ഉടനെ തന്നെ കണ്ണ് കാണുവാനായി തുടങ്ങി. അപ്പോൾ അവൻ്റെ ആ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. കണ്ണെന്ന് പറയുന്ന ഇല്ല, അന്ധനായിട്ടിരുന്ന മനുഷ്യന് കണ്ണില്ലായിരുന്നു. അവന് പുതിയ കണ്ണ് കിട്ടി, കാണുവാൻ സാധിച്ചു. അത്ര വലിയൊരു അത്ഭുതം അവിടെ നടന്നു. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ് എന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടിട്ട് അയൽക്കാരും അവൻ്റെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും
ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവനെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണ് കണ്ടു കാണാൻ തുടങ്ങിയപ്പോഴത്തേനും കാഴ്ചശക്തി തിരിച്ചു കിട്ടിയപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ആൾക്കാരവനെ കാണുകയും ചെയ്തു. ഇവൻ അവിടെ ഇരുന്ന് ഭിക്ഷ എടുത്തുകൊണ്ടിരുന്നവനല്ലേ, കുരുടനല്ലായിരുന്നോ? ഇവൻ എങ്ങനെ ഈ കാഴ്ച ലഭിച്ചു? അത് അവൻ തന്നെയാണോ എന്ന് പലർക്കും സംശയം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജന്മനാ കുരുടനായ ഒരുത്തിനും തിരിച്ച് ആ കണ്ണിൻ്റെ കാഴ്ച ലഭിക്കുകയില്ല. അതുകൊണ്ട് പലർക്കും സംശയം തോന്നി. എന്നാൽ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ തന്നെയാണെന്ന് പലരും പറയുമ്പോഴും പലരും പറഞ്ഞു, അയ്യോ അതെങ്ങനെ സംഭവിക്കും, അവൻ കുരുടനല്ല, അവനെങ്ങനെ കാഴ്ച സംഭവിക്കും, അത് നടക്കുന്ന കാര്യമൊന്നും അല്ല എന്ന് പലരും പറയുന്നു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെപ്പോലെ ഉള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. അപ്പോൾ ആ കുരുടനായ അന്ധനായ മനുഷ്യൻ, കാഴ്ച ലഭിച്ച മനുഷ്യൻ പറയുന്നു, നിങ്ങളിതെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുകയും അത് ഞാൻ തന്നെ എന്ന് അവൻ പറയുന്നു. ആ കുരുടൻ തന്നെയാണ്, ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന കുരുടൻ തന്നെയാണ് ഈ നിങ്ങൾ കാണുന്ന മനുഷ്യൻ. ഞാൻ തന്നെ, ആ വ്യക്തി ഞാൻ തന്നെയാണ്. യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശിലോഹോം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ വ്യക്തി യേശുവിനെ കണ്ടില്ല, എന്നാൽ യേശുവിനെ അറിയാം. യേശു എന്നു പേരുള്ള മനുഷ്യനെന്ന, ദൈവമെന്ന് പറയുന്നില്ല, മനുഷ്യനെന്നാണ് പറഞ്ഞത്. എന്നോടിങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്തു. ഞാൻ പോയി ശിലോഹം കുളത്തിൽ പോയി കഴുകി, അപ്പോൾ തന്നെ എനിക്ക് കാഴ്ചയും ലഭിച്ചു. ആ ഭിക്ഷക്കാരൻ തന്നെയാണ്, ആ കാഴ്ച നഷ്ടപ്പെട്ട ഭിക്ഷക്കാരൻ തന്നെയാണ് ഈ നിൽക്കുന്ന ഞാൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ എവിടെ എന്ന് അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ കേട്ട വ്യക്തികൾ പറയുകയാണ്, അപ്പോൾ ആ യേശു എന്ന് പറയുന്ന വ്യക്തി എവിടെ? അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ആ വ്യക്തിയെ അറിയുന്നതേ ഇല്ല, എന്നാൽ ആ വ്യക്തിയാണ് എനിക്ക് കാഴ്ച തന്നത് എന്നാണ് പറയുന്നത്. 9:13 പറയുന്നു, കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. അപ്പം ഈ കുരുടനായിരുന്ന മനുഷ്യന് കാഴ്ച ലഭിച്ചപ്പോൾ അവനെ അവിടെ നിർത്തുന്നത് ശരിയല്ലല്ലോ. കൊണ്ടുപോയി പരീശന്മാരുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കണം, ഇവനിങ്ങനെ സംഭവിച്ചെന്ന് പറയണം. അപ്പം കൊണ്ടുപോയിട്ട് പറയുകയാണ്, യേശു ചേറുണ്ടാക്കി അവൻ്റെ കണ്ണു തുറന്നു. ശബ്ബത്ത് നാളിലായിരുന്നു ഇത് സംഭവിച്ചത്. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറയുകയാണ്, അവൻ എൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചു, ഇതാണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞു. കുരുടൻ തന്നെ, അവൻ തന്നെ സാക്ഷ്യം പറയുകയാണ് യേശുവിനെ പറ്റി. അപ്പോൾ ഈ പരീശന്മാരെന്ന് പറയുന്നത് മതപണ്ഡിതന്മാർ, യഹൂദന്മാരിലെ മതപണ്ഡിതന്മാരാണ്. പരീശന്മാരിൽ ചിലർ അവനോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ ശബ്ബത്ത് പ്രമാണിക്കായിക കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ശബ്ബത്തിൽ സൗഖ്യമാക്കാൻ പാടില്ല എന്നതാണ് അവരുടെ നിയമം. അപ്പം ഈ ശബ്ബത്തിൽ അവരിങ്ങനെ സൗഖ്യമാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ശബ്ബത്ത് പ്രമാണിക്കുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തിങ്കൽ നിന്ന് വന്നവനല്ലല്ലോ, വരാൻ സാധ്യതയില്ലല്ലോ എന്നാണ് പരീശന്മാർ പറയുന്നത്. മറ്റു ചിലർ, പാപിയായ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുവിനെ ഒരു പാപിയായ ഒരു മനുഷ്യനായിട്ടാണ് അവർ പ്രഖ്യാപിക്കുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ പാപിയായ ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു അടയാളം ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആ കുരുടൻ ഈ വാക്ക് 31 ഉപയോഗിച്ചിരിക്കുന്നത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പരീശന്മാരായിരുന്നിട്ടും കർത്താവായ ദൈവം യേശു ക്രിസ്തു ദൈവത്തിങ്കിൽ നിന്ന് അയക്കപ്പെട്ടവനാണെന്നും അവൻ ദൈവമാണെന്നും ഇവർക്ക് വിശ്വാസമില്ല. ഇവരുടെ കണ്ണെല്ലാം തുറന്നിരിക്കുകയാണ്, എന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുന്ന, ആത്മീയ കണ്ണുകൊണ്ട് അവർക്കത് കാണുവാൻ സാധിക്കുന്നില്ല. അന്ധനായ മനുഷ്യൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുന്നു, എന്നാൽ അവൻ്റെ ആത്മീയമായിട്ടുള്ള കണ്ണ് തുറന്നിരിക്കുന്നു, ദൈവത്തിനെ അറിയുവാൻ സാധിച്ചു. ഇതാണ് വ്യത്യാസം. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി. ഈ അടയാളം എങ്ങനെ ഒരു പാപിയായ മനുഷ്യന് ചെയ്യുവാൻ സാധിക്കും? യേശു പാപിയാണല്ലോ. ഇങ്ങനെയുള്ള വാഗ്വാദങ്ങൾ, ഭിന്നത അവിടെ ഉണ്ടായി. 17 പറയുന്നു, അവർ പിന്നെയും കുരുടനോട് പിന്നെയും ചോദിക്കുക. അവർക്ക് സംശയം, നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു? നിന്റെ കണ്ണിപ്പം നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ, അവനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. ആരാ?
ഈ കുരുടനായ മനുഷ്യൻ്റെ കണ്ണ് തുറന്നു കിട്ടിയപ്പോൾ അവൻ്റെ ആത്മീയ നേത്രങ്ങൾ കൊണ്ട് ആ കർത്താവായ ദൈവത്തിനെ അറിയുവാൻ സാധിക്കുകയും അവനോട് ചോദിച്ചപ്പോൾ, പരീക്ഷന്മാർ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കാണ്, അവനൊരു പ്രവാചകൻ എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. 18:18 കാഴ്ച പ്രാപിച്ചവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ചു ചോദിക്കുവാണ് ഇപ്പോഴും. അവനോട് ചോദിച്ചു, എല്ലാം പറഞ്ഞു. ഇപ്പം അതല്ല, ഇപ്പം ഇവൻ്റെ അപ്പനും അമ്മയും ആരാണോ അവരെ വിളിച്ച് ചോദിക്കണം. ഇവൻ കുരുടനായിരുന്നു, ഇവനിങ്ങനെ കണ്ണ് തുറന്നല്ലോ, കാണാൻ പറ്റുന്നല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവരെ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കണ്ണ് തുറന്നിരിക്കുകയാണ്, നന്നായിട്ട് കാഴ്ചയുണ്ട് അവരുടെ കണ്ണു മുമ്പിൽ അടയാളം കാണിക്കുന്നുണ്ട്. എന്നിട്ടും ഈ യഹൂദന്മാരോ വിശ്വസിച്ചില്ല. അപ്പൊ കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ എന്ന് അവൻ്റെ അപ്പനമ്മമാരോട് ഈ പരീക്ഷന്മാർ ചോദിക്കുകയാണ്. എന്നാൽ അവൻ ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, അവൻ്റെ അമ്മയപ്പന്മാർ പറയുകയാണ്, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അപ്പൊ ഇവന് കാഴ്ച പ്രാപിച്ച സമയത്ത് അമ്മയപ്പന്മാർ അവിടെ ഇല്ല, അതുകൊണ്ട് അവർക്കറിയില്ല. കാരണം എന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് മനസ്സിലായിട്ട് അവർ ഒഴിഞ്ഞു മാറുകയാണ്. ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ട് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇനി ഉപദ്രവിക്കുമോ എന്ന് ഭയന്നിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അവൻ്റെ കണ്ണ് ആര് തുറന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. അത് പിന്നെ അവനോട് തന്നെ ചോദിക്കേ, അവൻ കുഞ്ഞൊന്നും അല്ലല്ലോ, അവന് പ്രായമുണ്ടല്ലോ. അപ്പൊ ആര് തുറന്നെന്നുള്ള കാര്യം അവനോട് തന്നെ ചോദിച്ചറിഞ്ഞൂടെ? എന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത്? ഞങ്ങളിതൊന്നും കണ്ടില്ല. അവന് കുരുടനാണെന്നുള്ള കാര്യം മാത്രം ഞങ്ങൾക്കറിയാവുള്ളൂ, കണ്ണ് തുറന്നതൊന്നും ഞങ്ങൾക്കറിയില്ല എന്നാണ് അപ്പനമ്മമാർ പറയുന്നത്. അപ്പൊ യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ട് മാത്രമാണ് അവരങ്ങനെ പറയാൻ കാരണം. അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അപ്പൊ ആ ക്രിസ്തുവിനെ ഏറ്റെടുത്ത് അവൻ തന്നെ ക്രിസ്തു, അവൻ തന്നെ കർത്താവ് എന്ന് ആര് പറയുന്നു, അവൻ പള്ളി ഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അങ്ങനെയൊന്നുണ്ട്. അതുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുവിനെന്ന് പറയുന്നത്. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. വീണ്ടും അവർക്ക് സംശയം. രണ്ടാമതും വിളിക്കുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപിയെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. അവൻ പറയുന്നു, നിന്റെ കണ്ണിന് കാഴ്ച തന്ന ആ വ്യക്തി, ആ യേശു എന്ന് പറയുന്ന, ആ ക്രിസ്തു എന്ന് പറയുന്ന അവൻ ഒരു പാപിയാണ്. എങ്ങനെ നിനക്ക് ഈ കണ്ണിന് കാഴ്ച തരാൻ സാധിച്ചു? വീണ്ടും സംശയം. അപ്പോൾ ആ കുരുടൻ തന്നെ പറയുകയാണ്, അവൻ പാപിയല്ലയോ അതൊന്നും എനിക്കറിയത്തില്ല, എനിക്കറിയേണ്ട കാര്യവുമില്ല. ഒന്നു മാത്രമേ എനിക്കറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എനിക്ക് കണ്ണു കാണും എന്നാണ് അവൻ ഉത്തരം പറഞ്ഞത്. അപ്പോൾ വീണ്ടും പരീക്ഷന്മാർ അവനോട് ചോദിക്കുകയാണ്, അവൻ നിനക്ക് എന്താ ചെയ്തത്? ആൾറെഡി അത് പറഞ്ഞതാണല്ലോ എന്ത് ചെയ്തെന്ന് വീണ്ടും ചോദിക്കുകയാണ്. അതാണ് ഇന്നത്തെ മനുഷ്യർ. കർത്താവായ ദൈവത്തിനെ പറ്റി എത്ര പ്രാവശ്യം എന്തെല്ലാം പറഞ്ഞാൽ അവൻ രക്ഷകനാണ്, അവൻ രക്ഷിക്കുന്നവനാണ്, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്, എന്നും ജീവിക്കുന്നു, അവനെ വിശ്വസിക്ക്, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, നിത്യജീവൻ ലഭിക്കും എന്നെല്ലാം നമ്മൾ പറഞ്ഞാലും പലർക്കും സംശയമാണ്, വിശ്വസിക്കത്തില്ല. ഈ പരീക്ഷന്മാർ അതുപോലെ ആയിരുന്നു. എന്താ നിനക്ക് ചെയ്തത്? വീണ്ടും ചോദിക്കുക. നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു? വീണ്ടും അപ്പോൾ അതിനവൻ, ഞാൻ നിങ്ങളോട് ആൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അവൻ തന്നെ ഫെഡപ്പായി പോയിരിക്കുക. എത്ര വട്ടം പറഞ്ഞു, വീണ്ടും എന്തിനാ ചോദിച്ചത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾക്കുവാൻ ഇച്ഛിക്കുന്നു. ഞാൻ എല്ലാം പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അത് ഭയങ്കര ആഗ്രഹമാണല്ലോ എന്നാണ് കുരുടൻ പറയുന്നത്. നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകുവാനായിട്ട് മനസ്സുണ്ടോ? അതുകൊണ്ടാണോ വീണ്ടും നിങ്ങൾ ആഗ്രഹത്തോടെ വീണ്ടും ചോദിക്കുന്നതെന്ന് ആ കുരുടൻ പരീക്ഷന്മാരോട് ചോദിക്കുന്നു. അപ്പോൾ അവർ അവനെ ശകാരിച്ച് പറയുകയാണ്, നീ അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ എന്ന് പറയുന്നു. ഞങ്ങൾ അവൻ്റെ ശിഷ്യനൊന്നും അല്ല,
ക്രിസ്തുവിൻ്റെ ശിഷ്യനൊന്നും അല്ല, നീയാണ് അവൻ്റെ ശിഷ്യൻ. ഇപ്പം നിനക്കാണ് കാഴ്ച ലഭിച്ചത്, അതുകൊണ്ട് നീ ഇപ്പം അവനെ പറ്റി പറയുന്നു. അപ്പോൾ നീയാണ് അവൻ്റെ ശിഷ്യൻ. ഞങ്ങൾ ഒരിക്കലും അവൻ്റെ ശിഷ്യനാകത്തില്ല, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരെന്ന് പറയുന്നു. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്ന് ഞങ്ങൾ അറിയുന്നില്ല. പറയുകയാണേ, മോശ ഞങ്ങൾക്കറിയാം, മോശയോട് ദൈവം സംസാരിച്ച്. എന്നാൽ ഈ ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിയെ പറ്റി ഞങ്ങൾക്കറിയത്തില്ല, അവൻ എവിടുന്ന് വന്നോ എങ്ങനെ വന്നോ ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറയും. അപ്പോൾ 9:30 ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ അറിയാത്തത് വളരെ ആശ്ചര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു ജന്മനാ അന്ധനായ ഒരു മനുഷ്യൻ്റെ കണ്ണ് തുറക്കുവാനായിട്ടൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല, ഒരു ദൈവത്തിനെ കൊണ്ടല്ലേ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ശക്തിയുള്ള ഒരു ദൈവത്തിനെ എൻ്റെ കണ്ണിനെ തുറക്കുവാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? എൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നു, എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു അത്ഭുതം നടന്നിട്ട് അടയാളവും അതിശയവും നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ തന്നെ നിൽക്കുമ്പോൾ അത് കണ്ടിട്ട് പോലും നിങ്ങൾക്ക് ഈ ക്രിസ്തു ദൈവമാണെന്നും ആ ദൈവത്തിലൊരു ശക്തി ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആശ്ചര്യപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയും. പാപിയുടെ പ്രാർത്ഥന, അപ്പോഴാണ് അവൻ പറയുന്നത്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അവനാണ് ഈ വാക്ക് പറയുന്നത്, കർത്താവ് യേശു അല്ല. അപ്പം 9:32 കുരുടനായി പിറന്നവൻ്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായെന്ന് കേട്ടിട്ടുണ്ടോ? ജന്മനാ കുരുടനായ ഒരുത്തനെ കണ്ണ് ഇന്ന് വരെ ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ ആരെങ്കിലും തുറന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പം കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കണ്ണു മുമ്പിൽ സാക്ഷ്യമില്ലേ? ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവൻ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് കുരുടൻ പറയുന്നത്. അവരെ വിശ്വസിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിലും അവർ വിശ്വസിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പറ്റി നമ്മൾ എത്രയോ പേരോട് പറയുന്നു, എത്ര പേര് വിശ്വസിക്കുന്നു, എത്ര പേര് ദൈവത്തിലേക്ക് കടന്നു വരുന്നു? അന്നും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ? കൊള്ളാമല്ലോ, പാപിയായ നീ, പാപത്തിൽ ജനിച്ച നീ ഞങ്ങളെ ഉപദേശിക്കുവാനായിട്ട് വരികയാണോ? കൊള്ളാം എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. നീ ഇവിടെ നീ നിൽക്കണ്ട, പോയിക്കോ എന്ന് പറഞ്ഞ് അവനെ അടിച്ച് പുറത്താക്കി കളഞ്ഞു. ആ സമയത്ത് അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. കർത്താവിന് ഇതെല്ലാം സംഭവിക്കുമെന്ന് അറിയാം. ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. കർത്താവ് ഇത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവനെ കാണുന്നു. അവനെ പുറത്താക്കിയ സമയത്താണ് കർത്താവ് അവനെ കാണുന്നത്. അവനെ കണ്ട ഉടനെ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയുന്നു, യജമാനനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം എന്നുത്തരം പറയുകയാണ്. അപ്പോൾ ഈ അന്ധനായ മനുഷ്യൻ കണ്ണു തുറന്നതിന് ശേഷം കർത്താവായ യേശു അവിടെ ഇല്ലായിരുന്നു. അവൻ ശിലോഹോം കുളത്തിൽ പോയി കഴിയുന്നതിന് ശേഷമാണ് കണ്ണു തുറന്നത്. അപ്പോൾ യേശു ഇല്ല അവിടെ. അപ്പം ഈ സംഭവങ്ങളെല്ലാം നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു ആ സ്ഥലത്ത് നിന്നും മാറിയത്. ഈ പരീശന്മാർ വിശ്വസിക്കത്തില്ലെന്ന് ഇവൻ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും കർത്താവായ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്താനായിട്ടാണ് ഇത് സംഭവിച്ചതെന്നും അവർക്ക് വെളിപ്പെടണമെന്നും ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവിനോട് സംസാരിക്കുന്നത്. അവൻ ചോദിക്കുന്നതിന് അവൻ പറയാണ്, എനിക്ക് യജമാനനെ, അവൻ ആരാകും എന്നാ ചോദിക്കുന്നത്. ദൈവപുത്രനെ വിശ്വസിക്കും. ദൈവപുത്രൻ എന്ന് പറയുന്ന യേശുവാണ്. ദൈവപുത്രനായ യേശുവിനെ നീ വിശ്വസിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അവൻ പറയുന്നത്, എനിക്കറിയത്തില്ലല്ലോ, അതാരാ, എനിക്ക് പറഞ്ഞു തരുമോ? ആരായാലും കൊള്ളാം, എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ച തന്നതാണ്, ഈ ലോകം എനിക്ക് കാണാൻ പറ്റുന്നു. എനിക്ക് ഇത്രയും വർഷം വരെ ഞാൻ ഇരുളിലായിരുന്നു, ഇന്ന് എനിക്ക് വെളിച്ചം കാണാൻ പറ്റുന്നു. ഞാനിപ്പോൾ വെളിച്ചത്തിലാണ്. എൻ്റെ ഹൃദയത്തിനകത്ത് യേശു എന്ന് യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, ഒന്ന് പറഞ്ഞു തരാമോ? അവനിൽ ഞാൻ വിശ്വസിക്കാം എന്നവൻ ഉത്തരം പറയുകയാണ്.
അപ്പോൾ യേശു പറയുകയാണ് 9:37, നീ അവനെ കണ്ടിട്ടുണ്ട്, നിനക്കറിയാവന്, നീ അവനെ കണ്ടിട്ടുണ്ട്. എങ്ങനെ അവൻ കണ്ടത്? ആത്മാവിൽ കണ്ടതാ. കർത്താവായ ദൈവം അവൻ ആത്മാവിലാണ് കണ്ടത്. ഈ ലോകത്തെ കാണുന്ന കണ്ണുകൊണ്ടല്ല അവൻ കണ്ടത്. കർത്താവ് പറയുന്നു, നീ കണ്ടിട്ടുണ്ട്. യേശു ആരാണെന്ന് നിനക്കറിയാം, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. വേറെ ആരുമല്ല. അവനെ അന്വേഷിച്ച് നീ എവിടെയും പോകണ്ട, നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഞാൻ തന്നെയാണ് ആ യേശു, ആ കർത്താവ്, ആ ദൈവം എന്ന് പറയുന്നു. ഉടനെ അവൻ, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കണ്ടല്ലോ, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, നീ ദൈവം തന്നെയാണ്, കർത്താവായ ദൈവം നിന്നെ ഈ ലോകത്തിൽ അയച്ചിരിക്കുന്നു, നീ വെളിച്ചമാണ്, എൻ്റെ കണ്ണ് തുറന്നവൻ, എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തിയവൻ നീയാണ്, ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. കാണാത്തവർ കാണണം, കാണുന്നവർ കുരുടനാകുവാനും. കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എന്നാൽ അവർക്ക് കാണുവാനും പറ്റുന്നില്ല, അറിയുവാനും പറ്റുന്നില്ല. കാണാത്തവർ കർത്താവായ ദൈവത്തിനെ കാണും, ഹൃദയത്തിൽ, ആത്മാവിൽ. ഇങ്ങനെ ന്യായവിധിക്കായിട്ടാണ് ഈ ലോകത്തിൽ ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു പറയുന്നു. അവനോട് കൂടെയുള്ള ചില പരീക്ഷന്മാർ ഇത് കേട്ടിട്ട്, ഞങ്ങളും കുരുടന്മാരോ എന്ന് ചോദിച്ചു. പരീക്ഷന്മാരില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുരുടന്മാരോ? യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ കുരുടനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. അപ്പം കുരുടനായിരിക്കുന്നവന് പാപമില്ല, കാരണം അവനൊന്നും അറിയത്തില്ലല്ലോ. ഹൃദയത്തിനകത്ത് എന്തോ ഉണ്ട്, കർത്താവായ ദൈവം ഉണ്ടോ, അവന് പാപം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കും. അവർ പറയാണ്, ഞങ്ങൾക്ക് കാണാം എല്ലാം, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കത്തില്ല, നീ ദൈവമാണെന്നും അയക്കപ്പെട്ടവനാണെന്നും നീ ഒരു പാപി, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം കാണുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പാപം അവിടെ നിൽക്കുകയാണ്. കാണുന്നു, പക്ഷേ വിശ്വസിക്കുന്നില്ല. എന്നാൽ അന്ധനായവരോ, അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല, എന്നാൽ അവർ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. കർത്താവായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതിലൂടെ നമ്മൾക്ക് പഠിക്കേണ്ട വിഷയങ്ങളൊന്നുണ്ട്. ദൈവഭക്തി, വിശുദ്ധി, ദൈവത്തിൻ്റെ ഇഷ്ടം. ഇത് മൂന്നും വിശ്വാസ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ കൂടെ ഇരിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെട്ട് ഈ ലോകത്തിലുള്ള അന്ധന്മാരായിരിക്കുന്നവർക്ക് കാഴ്ച പകരുന്നതിനും ഇരുട്ടിലിരിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ഒരു നല്ല ആയുധമായിട്ട് എടുത്ത് പ്രയോജനപ്പെടുത്തും. ഈ വചനങ്ങളിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.